നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള ഫണ്ടുകളും ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരും സ്വർണത്തിന് പിന്നാലെ. ഗോൾഡ് റഷിന് കാരണം അന്താരാഷ്ട്ര ഫണ്ട് മാനേജർമാരുടെ വൻ നിക്ഷേപം. ഡിഫൻസ് ഓഹരികൾ വീണ്ടും ബ്രോക്കറേജ് റഡാറിലേക്ക്. പ്രവർത്തന ഫലങ്ങളും വളർച്ചാ സാധ്യതകളും വിലയിരുത്തി ആനന്ദ് രാത്തി റിപ്പോർട്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണം പ്രഖ്യാപിച്ച് അമേരിക്ക. ഇറാനെ ഒറ്റപ്പെടുത്താൻ നീക്കം. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വായ്പാ വളർച്ച കുതിക്കുന്നു. ആദ്യപാദത്തിലെ വായ്പാ വളർച്ച മുൻ വർഷത്തേക്കാൾ 20% ഉയർന്നു. RBI വീണ്ടും പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന് SBI റിസർച്ച്. വിപണിയിൽ അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 171.72 പോയിന്റ് ഇടിഞ്ഞ് 77,369.11 നിഫ്റ്റി 32.95 പോയിന്റ് താഴ്ന്ന് 24,219.05 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി സഫ്വാൻ ചേരുന്നു. സഫ്വാൻ, ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 0.14% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും 0.41% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിഫ്റ്റിയേക്കാൾ കൂടുതൽ ആഘാതം ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ റേഞ്ച് കൺസോളിഡേഷൻ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നു. 57,000 എന്നത് നിയർ ടൈം സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നു. അതുപോലെ 58,000 എന്നത് നിയർ ടൈം ഹഡിലുമായി ആക്ട് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ചസിൽ റേഞ്ച് കൺസോളിഡേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഓവറാൾ സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി മെറ്റൽ ഇൻഡെക്സിൽ 1.59% കുതിപ്പുമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മെറ്റൽ റാലി വിപണിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് ക്ലോസിംഗ് ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, വ്യക്തമാണ് സഫാൻ. മറ്റ് വാർത്തകൾ നോക്കാം. ആഗോള ഫണ്ടുകളും ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരും വായ്പാ വിപണിയും സ്വർണത്തിന് പിന്നാലെയെന്ന റിപ്പോർട്ട്. ഗോൾഡ് റഷിന് കാരണം അന്താരാഷ്ട്ര ഫണ്ട് മാനേജർമാരുടെ വൻ നിക്ഷേപമെന്നും വിലയിരുത്തൽ. ഈ മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി അന്താരാഷ്ട്ര ഫണ്ട് മാനേജർമാരുടെ വൻ നിക്ഷേപങ്ങളാണ്. ബ്രോക്കറേജായ ജെഫ്രീസ് പറയുന്നത് S&P 500 ക്യാഷ് ഫ്ലോ ഈൽഡ് 2.6% താഴേക്ക് പോയി എന്നാണ്. ഇതിനെ തുടർന്ന് തങ്ങളുടെ മോഡൽ പോർട്ട്ഫോളിയോകളിൽ സ്വർണ്ണ ഖനന കമ്പനികളിലെ നിക്ഷേപ വിഹിതം കുത്തിനെ വർദ്ധിപ്പിച്ചുവെന്നുമാണ് ജെഫ്രീസ് വ്യക്തമാക്കുന്നത്. ഇ കൊമേഴ്സ് ഭീമനായ JD കോമിന് പകരം ചൈനീസ് ഗോൾഡ് മൈനർ കമ്പനിയായ സിജിൻ ഗോൾഡ് ഇന്റർനാഷണലിനെ ഏഷ്യൻ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തി. അമേരിക്കയുടെ ദേശീയ കടം $40 ട്രില്യൺ കടന്നതും US-ലെയും ജപ്പാനിലെയും വർദ്ധിച്ചുവരുന്ന ബോൾഡ് ഈൽഡുകളും ഫെഡ് റിസർവിനും ബാങ്ക് ഓഫ് ജപ്പാനും പലിശ നിരക്കുകൾ കർശനമാക്കുന്നതിൽ തടസ്സമാകുന്നു. ഇതാണ് സ്വർണത്തിന് ആഗോളതലത്തിൽ കൂടുതൽ കരുത്തു പകരുന്ന മറ്റൊരു ഘടകം. അടുത്തത് ഇന്ത്യയിലെ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തമാണ്. AMFI ക്രിസിൽ ഫാക്ട് ബുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വനിതാ നിക്ഷേപകരാണ് ഗോൾഡ് ETFകളിലേക്ക് വൻതോതിൽ പണം ഒഴുക്കുന്നതെന്നാണ്. മൂന്നാമതായി ഇന്ത്യയിലെ ഗോൾഡ് ലോൺ വിപണിയിലുണ്ടാവുന്ന ഘടനാപരമായ മാറ്റമാണ്. JP മോർഗൻ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ക്രെഡിറ്റ് മേഖലയായി ഗോൾഡ് ലോണുകൾ മാറിക്കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുത്തൂറ്റ്, മണപ്പുറം, IIFL ഫിനാൻസ് എന്നിവയ്ക്ക് JP മോർഗൻ ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകി കവറേജ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിപണിയെ ചൂടുപിടിപ്പിക്കുന്നു. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുമെന്നതും കടുത്ത സാമ്പത്തിക നീക്കങ്ങൾ നടത്തുമെന്നും US മുന്നറിയിപ്പ് നൽകിയതും വിപണിയെ ആശങ്കയിലാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിഫൻസ് ഓഹരികൾ വീണ്ടും ബ്രോക്കറേജ് റഡാറിലേക്ക്. ജൂൺ പാദത്തിലെ പ്രവർത്തന ഫലങ്ങളും ഭാവി വളർച്ചാ സാധ്യതകളും വിലയിരുത്തി ആനന്ദ് രാത്തി റിപ്പോർട്ട്. പ്രതിരോധ കമ്പനികളുടെ ലാഭവും വരുമാനവും ശക്തമായിരുന്നെങ്കിലും കമ്പനികൾക്കിടയിൽ വളർച്ച അല്പം അസന്തുലിതമായിരുന്നു. എന്നിരുന്നാലും വിപണിയിലെ ചർച്ചകൾ ഇപ്പോൾ ഓർഡറുകൾ കൃത്യമായി നടപ്പിലാക്കുന്നതിലേക്കും നിർവഹണശേഷിയിലേക്കും മാറിയിരിക്കുകയാണെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്.
കമ്പനികളുടെ ഓർഡർ ബുക്കുകൾ വളരെ ശക്തമാണ്. എന്നാൽ പല പ്രധാന ഡിഫൻസ് ഓഹരികളുടെയും വില ഉയർന്ന തലത്തിലെത്തിയതിനാൽ ഇടക്കാല വളർച്ചാ സാധ്യതകൾ നിലവിലെ ഓഹരി വിലകളിൽ പ്രതിഫലിച്ചു കഴിഞ്ഞുവെന്നാണ് ആനന്ദ് രാധെ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രോക്കറേജ് നിർദ്ദേശിക്കുന്നവയിൽ ആദ്യ സ്ഥാനത്തുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. കമ്പനിയുടെ ശക്തമായ പ്ലാറ്റ്ഫോം ഓർഡർ ലൈനും വരുമാന വളർച്ചയും കണക്കിലെടുത്ത് HAL ഓഹരികൾക്ക് ബൈ റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നിർദ്ദേശിച്ചിരിക്കുന്ന ടാർഗറ്റ് വില 5431 രൂപയാണ്. രണ്ടാമതായി സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ. ഓഹരി വിലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടം കാരണം ഇതിന്റെ റേറ്റിംഗ് ഹോൾഡായി കുറച്ചു. ടാർഗറ്റ് വില 22,004 രൂപയാണ്. മൂന്നാമതായി ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ്. വാല്യുവേഷൻ പരിഗണിച്ച് ഈ ഓഹരിയുടെ റേറ്റിംഗും ഹോൾഡായി കുറച്ചു. ടാർഗറ്റ് വില 1767 രൂപയാണ്. ആനന്ദ് രാധയുടെ റിസർച്ച് ടീം വ്യക്തമാക്കുന്നത് പ്രതിരോധ മേഖലയുടെ അടിസ്ഥാന ഘടകങ്ങൾ തികച്ചും ശക്തമായി തുടരുന്നുണ്ടെങ്കിലും മുൻനിര ഓഹരികളുടെ വിലകളിൽ വലിയ വർധനവുണ്ടായതിനാൽ നിക്ഷേപകർ ഇനി തെരഞ്ഞെടുത്ത ഓഹരികളിൽ മാത്രം ജാഗ്രതയോടെ നിക്ഷേപം നടത്തുന്നതാണ് അനുയോജ്യമെന്നാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണം പ്രഖ്യാപിച്ച അമേരിക്ക. ഇറാന്റെ സാമ്പത്തിക ജീവനാഡികൾ പൂർണ്ണമായി വിച്ഛേദിക്കാൻ ട്രംപ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഈ നീക്കത്തെ ഇക്കണോമിക് D-Day എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാനെ ഒറ്റപ്പെടുത്തുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇറാന്റെ സൈനിക ശേഷിയും സൈനിക ഫാക്ടറികളുടെ 100% തകർത്തതായും അവരുടെ ആണവ പദ്ധതികൾ അടച്ചുപൂട്ടിയതായും അവകാശപ്പെട്ട സ്കോട്ട് ബസന്റ് തങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും വ്യക്തമാക്കി. ഇതുവരെ അമേരിക്ക ഉപയോഗിക്കില്ലെന്ന് കരുതിയിരുന്ന എല്ലാ ഏജൻസികളെയും അധികാരങ്ങളെയും ഈ സാമ്പത്തിക ഉപരോധത്തിനായി രംഗത്തിറക്കുമെന്നാണ് പ്രഖ്യാപനം. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ, അന്താരാഷ്ട്ര ധനകാര്യ ശൃംഖലകൾ, സാമ്പത്തിക ഇടനാഴികൾ എന്നിവ പൂർണ്ണമായി അടച്ചുപൂട്ടുന്നതിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി നിശ്ചലമാക്കാനാണ് US ട്രഷറി പദ്ധതിയൊരുക്കുന്നത്. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടന്ന് ഇറാനുമായി തുടർന്ന് വ്യാപാരം നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും അമേരിക്ക കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US നയങ്ങളെ വെല്ലുവിളിക്കുന്നതിന്റെ ഫലം വളരെ വലുതായിരിക്കുമെന്നും ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കി. സൈനികവും സാമ്പത്തികവുമായ ഈ സമ്മർദ്ദം ആഗോള വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളും ആഗോള പണപ്പെരുപ്പ ഭീഷണിയും ഇന്ത്യൻ വിപണിയെ വരും ദിവസങ്ങളിൽ നേരിട്ട് ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വായ്പാ വളർച്ച കുതിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ബാങ്കുകൾ അനുവദിച്ച വായ്പകൾ മുൻ വർഷത്തേക്കാൾ 20% ഉയർന്നു. ഇന്ത്യൻ ബാങ്കുകളുടെ വായ്പാ വളർച്ച ശക്തമായ നിലയിൽ തുടരുന്നു. 2026 ജൂൺ പാദത്തിൽ ബാങ്കുകൾ നൽകിയ വായ്പകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് 20% ഉയർന്നെന്ന് ബേൺസ്റ്റീൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ജൂലൈ മാസത്തിലും വായ്പാ വളർച്ച ശക്തമായി തുടർന്നെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വ്യവസായ സേവന മേഖലകളിലെ വായ്പകളാണ് ഈ വളർച്ചയ്ക്ക് പ്രധാനമായും നേതൃത്വം നൽകിയത്. വൻകിട കോർപ്പറേറ്റുകളുടെ വായ്പയെടുക്കലും ബാങ്കിതര ധനകാര്യ കമ്പനികളിൽ നിന്നുള്ള ഉയർന്ന ഫണ്ടിംഗ് ആവശ്യകതയുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. വ്യവസായ വായ്പകളിൽ ഏകദേശം 70% കൈകാര്യം ചെയ്യുന്ന വൻകിട കമ്പനികൾ വായ്പ എടുക്കുന്നതിൽ വരുത്തിയ വലിയ വർധനവ് വ്യവസായ മേഖലയിലെ വായ്പാ വളർച്ചയെ സഹായിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള വായ്പാ വളർച്ചയും ശക്തമായി തുടർന്നു. സേവന മേഖലയിലെ വായ്പകളിലും വേഗത വർദ്ധിച്ചു. സമീപ മാസങ്ങളിൽ NBFCകൾക്കുള്ള ബാങ്ക് വായ്പയിൽ 30%-ലധികം വളർച്ചയുണ്ടായി. ബോണ്ട് വിപണിയിലെ ഉയർന്ന പലിശ നിരക്കുകൾ കാരണം NBFCകൾ ഫണ്ടിങ്ങിനായി ബാങ്ക് വായ്പകളെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയെന്ന് ബേൺസ്റ്റീൻ വ്യക്തമാക്കി. വായ്പാ വളർച്ചയുടെ വേഗതയ്ക്കനുസരിച്ച് നിക്ഷേപ സമാഹരണം ഉയർന്നിട്ടില്ല. ഇത് ബാങ്കുകൾക്കുള്ള ഫണ്ടിങ്ങിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി SBI റിസർച്ച്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പുതിയ മിനിറ്റ്സിലെ ഹോക്കിഷ് സ്റ്റാൻഡ് വ്യക്തമാക്കുന്നത് ഇതാണെന്നും റിപ്പോർട്ട്. SBI റിസർച്ചിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് നിലവിൽ വിപണിയിൽ ഒരു വലിയ അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ടെന്നാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സാമ്പത്തിക വളർച്ചയ്ക്കും ജാഗ്രതയ്ക്കുമാണ് മുൻഗണന നൽകുന്നതെങ്കിൽ മറ്റ് RBI പോളിസി കമ്മിറ്റി അംഗങ്ങൾ പണപ്പെരുപ്പ ഭീഷണിക്കെതിരെ പലിശ കൂട്ടണമെന്ന കടുപ്പമേറിയ നിലപാടിലാണ്. ഈ വൈരുദ്ധ്യം കാരണം വരുന്ന ഒക്ടോബർ മാസത്തിൽ തന്നെ RBI പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഇൻഫ്ലേഷൻ കൂട്ടാനിടയാക്കുന്നു. കൂടാതെ US ഫെഡ് റിസർവ് സെപ്റ്റംബറിൽ പലിശ കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും US ട്രഷറി ബോണ്ട് ബൈബാക്ക് പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 9 മുതൽ ഇരട്ടിയാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രണ്ടാമതായി രാജ്യവ്യാപകമായി മഴയിൽ 13% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
എൽനിനോ ഉറപ്പായതോടെ 70% വരൾച്ചാ സാധ്യത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ SBI പ്രവചിക്കുന്നതനുസരിച്ച് ഓഗസ്റ്റിലെ ചില്ലറ പണപ്പെരുപ്പം 4.7% ഉയരും. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പണപ്പെരുപ്പം 6% മുകളിലേക്ക് കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഒക്ടോബറിലെ RBI യോഗം ഹോം ലോണുകൾക്കും പേഴ്സണൽ ലോണുകൾക്കും പുതിയ പലിശഭാരം വരുത്തുമോ അതോ ഗവർണറുടെ ജാഗ്രതാ നിലപാട് നമ്മളെ രക്ഷിക്കുമോ എന്നാണ് സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 1,20,000 കടന്നു. ഇന്ന് പവന് 640 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 80 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,20,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമായി ഉയർന്നു. 20 ദിവസത്തിനിടെ പവൻ വിലയിൽ 15,000 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,350 രൂപയും പവന് 98,800 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള ഫണ്ടുകളും ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരും സ്വർണത്തിന് പിന്നാലെ. ഗോൾഡ് റഷിന് കാരണം അന്താരാഷ്ട്ര ഫണ്ട് മാനേജർമാരുടെ വൻ നിക്ഷേപം. ഡിഫൻസ് ഓഹരികൾ വീണ്ടും ബ്രോക്കറേജ് റഡാറിലേക്ക്. പ്രവർത്തന ഫലങ്ങളും വളർച്ചാ സാധ്യതകളും വിലയിരുത്തി ആനന്ദ് രാത്തി റിപ്പോർട്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണം പ്രഖ്യാപിച്ച അമേരിക്ക. ഇറാനെ ഒറ്റപ്പെടുത്താൻ നീക്കം. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വായ്പാ വളർച്ച കുതിക്കുന്നു. ആദ്യപാദത്തിലെ വായ്പാ വളർച്ച മുൻ വർഷത്തേക്കാൾ 20% ഉയർന്നു. റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന് SBI റിസർച്ച്. വിപണിയിൽ അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.